ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2008 കാലഘട്ടം. ക്രിസ്റ്റി ഒരു കോളേജ് അധ്യാപികയാണ്. രാവിലെ അതിവേഗം പോകുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ യാദൃശ്യമായി ഇടിക്കുന്നു. താഴെ വീണ പുസ്തകങ്ങൾ എടുക്കുവാൻ അവൻ ക്രിസ്റ്റിയെ സഹായിക്കുന്നു. 1920 എഴുതപ്പെട്ടതായ ഒരു പ്രണയ പുസ്തകം അവൻ എടുക്കുകയും അതിനെക്കുറിച്ച് ക്രിസ്റ്റിയോട് ചോദിക്കുകയും ചെയ്യുന്നു. ശേഷം കോളേജിൽ ക്ലാസ് റൂമിൻ്റെ വാതിൽ തുറന്ന് വഴിയിൽ വെച്ച് കണ്ട ചെറുപ്പക്കാരൻ വരുന്നു. അത് തൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് ക്രിസ്റ്റി തിരിച്ചറിയുന്നു. ഇതാണ് ജാക്ക്. അങ്ങനെ തകൃതിയായി പഠിപ്പീരുകൾ നടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ജാക്ക് തൻ്റെ വക പല രീതിയിലുള്ള സംശയങ്ങളും ചോദിക്കുന്നു. ക്ലാസ് അവസാനിപ്പിച്ച് എല്ലാ സ്റ്റുഡൻസും പോകുന്നു. കയ്യിലിരുന്ന പുസ്തകം തുറന്ന് ക്രിസ്റ്റി ചെറുതായി ഒന്ന് നോക്കുന്നു. എന്തോ ഒരു നിർവൃതിയോടെ പോകുവാൻ ക്രിസ്റ്റി തുടങ്ങുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്ന് ജാക്ക് ക്ലാസ് റൂമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. താൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സെമിനാറിൻ്റെ ഡൗട്ട് ഒന്ന് സഹായിക്കുവാൻ ജാക്ക് അധ്യാപികയായ ക്രിസ്റ്റിയോട് ആവശ്യപ്പെടുന്നു. ജാക്ക് ഷർട്ട് ധരിച്ചില്ല. തൻ്റെ ആരോഗ്യമുള്ള ശരീരം മുഴുവനും അധ്യാപികയായ ക്രിസ്റ്റിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ജാക്ക് നിൽക്കുകയാണ്. ഈ നിമിഷം ജാക്കിൻ്റെ ആരോഗ്യമുള്ള ശരീരത്തിൽ കണ്ണുനാട്ടിയിരിക്കുകയാണ് ക്രിസ്റ്റ്. അതുകൊണ്ട് തന്നെ അവനെ സഹായിക്കുവാൻ ക്രിസ്റ്റ് തയ്യാറാകുന്നു. അങ്ങനെ സംസാരം അതിരുവിടുമ്പോൾ ബലമായി ജാക്ക് അധ്യാപിക ക്രിസ്റ്റിനെ ചുംബിക്കാൻ തുടങ്ങുന്നു. ആദ്യമൊന്ന് ക്രിസ്റ്റ് ആസ്വദിച്ചെങ്കിലും പിന്നീട് തള്ളിമാറ്റി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ക്രിസ്റ്റ് തനിക്ക് വേണ്ടി രുചികരമായ ആഹാരമുണ്ടാക്കുന്ന ഭർത്താവായ മൈക്കിനെ കാണുന്നു. ഇന്ന് കോളേജിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ പറയണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലാണ്. ഒന്നും പറയാതെ കുറച്ചു നേരത്തെ കൊച്ചു വർത്തമാനങ്ങളും സ്നേഹപ്രകടനങ്ങളുമെല്ലാം കൊണ്ട് അന്നേ ദിവസം കഴിഞ്ഞുപോയി. അടുത്ത ദിവസം രാവിലെ ക്രിസ്റ്റ് നേരെ പോയത് ലൈബ്രറിയിലേക്കാണ്. തൻ്റെ പ്രിയ പുസ്തകം വായിക്കുന്നു. അതിലെ വരികളും ഇന്നലെ ക്ലാസ് റൂമിൽ നടന്ന കാര്യങ്ങളും അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നു. പെട്ടെന്ന് തന്നെ തൻ്റെ മൂഡ് മാറ്റുവാൻ വേണ്ടി അടുത്ത പുസ്തകം തിരയാൻ വേണ്ടി ക്രിസ്റ്റ് നോക്കുന്നു. യാദൃച്ഛികമായി ജാക്കിനെ കാണുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാലോ പിന്നാലെ ജാക്ക് പോകുന്നു. അധ്യാപിക ക്രിസ്റ്റിയോട് സംസാരിക്കുവാൻ തുടങ്ങുന്നു. പ്രായവ്യത്യാസം നോക്കാതെ ജാക്ക് തൻ്റെ ഇഷ്ടം അധ്യാപികയായ ക്രിസ്റ്റിയോട് തുറന്നു പറയുന്നു. എന്നാലോ ക്രിസ്റ്റ് ജാക്കിൻ്റെ ആവശ്യം നിരസിക്കുകയും അവനെ കാര്യമായി ഉപദേശിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ പഴയ ബ്രിട്ടീഷ് സിനിമകളും പുസ്തകങ്ങളും അടിസ്ഥാനമാക്കി പ്രണയത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുകയാണ് ക്രിസ്റ്റ്. ഈ നിമിഷം മുനവച്ചുള്ള ജാക്കിൻ്റെ ഓരോ ഡൗട്ടുകൾ സഹിക്കുന്നതിൽ ക്രിസ്റ്റ് നല്ലവണ്ണം പാടുപെടുകയാണ്. പക്ഷേ ഒന്നും തൻ്റെ മുഖത്ത് കാണിക്കാതെ നല്ല രീതിയിൽ തന്നെ ക്രിസ്റ്റ് തൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ജാക്കിനെ തിരക്കി വളരെയധികം ദേഷ്യത്തോടെ അവൾ പോകുന്നു. നീണ്ട നേരത്തെ തെരച്ചിലിന് ശേഷം ജാക്കിനെ ലൈബ്രറിയിൽ വെച്ച് ക്രിസ്റ്റ് കാണുന്നു. വളരെയധികം അവനോട് ദേഷ്യപ്പെടുന്നു. എന്നാലോ ഈ നിമിഷം ഒട്ടും വിട്ടുകൊടുക്കുവാൻ ജാക്ക് തയ്യാറാകുന്നില്ല. ജാക്ക് ക്രിസ്റ്റിയോട് എന്തിനാണ് ഈ പഴയകാല പ്രണയപുസ്തകം വായിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിലെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് ജാക്ക് ക്രിസ്റ്റിയോട് ചോദിക്കുന്നു. മറുപടിയില്ലാതെ നിൽക്കുന്ന ക്രിസ്റ്റിയോട് ജാക്ക് തൻ്റെ ഇഷ്ടത്തിൻ്റെ വ്യാപ്തി പറഞ്ഞു മനസ്സിലാക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ക്രിസ്റ്റി നിൽക്കുകയാണ്. അടക്കി വെച്ച വികാരങ്ങൾ രണ്ടും കൽപ്പിച്ച് ജാക്കിൻ്റെ മുമ്പിൽ തുറക്കുന്നു. കലാപരിപാടികൾക്കിടയിൽ ഫയർ അലാം കേൾക്കുകയും അവിടേക്ക് സെക്യൂരിറ്റി വരികയും ചെയ്യുന്നു. വളരെയധികം സന്തോഷത്തോടെ വീട്ടിലെത്തിയ ക്രിസ്റ്റ് ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു. ഭർത്താവ് ഒരു താല്പര്യമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ക്രിസ്റ്റ് വളരെയധികം സന്തോഷത്തോടെ കോളേജിലേക്ക് അടുത്ത ദിവസം പോകുന്നു. ക്യാൻറ്റീനിൽ നിന്ന് ജാക്കിനെ വിളിച്ച് നേരെ കോളേജിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് കലാപരിപാടികളെല്ലാം നടത്തി സന്തോഷത്തോടെ ക്രിസ്റ്റിയും ജാക്കും തിരികെ വരുന്നു. ഈ നിമിഷം ക്രിസ്റ്റ് ഇന്നലെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ജാക്കിനോട് പറയുന്നു. ഈ നിമിഷം തന്നെ കല്യാണം കഴിക്കുവാൻ ജാക്ക് ക്രിസ്റ്റിയോട് ആവശ്യപ്പെടുന്നു. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന ആവശ്യം അവൾ ജാക്കിനോട് വെക്കുന്നു. എന്നാൽ ഈ തീരുമാനത്തോട് ജാക്കും ഒട്ടും തൃപ്തനല്ല. തിരികെ വീട്ടിൽ വന്ന ക്രിസ്റ്റ് ഭർത്താവായ മൈക്ക് തനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നത് കാണുന്നു. ഇന്നലെ നടന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. താല്പര്യമില്ലായ്മ ക്രിസ്റ്റ് എടുത്തു കാണിക്കുവാൻ തുടങ്ങുന്നു. വലിയ രീതിയിലെ ബഹളങ്ങൾ ഉണ്ടാകുന്നു. ഒന്നും സഹിക്കാൻ വയ്യാതെ മൈക്ക് വീട് വിട്ടിറങ്ങുന്നു. അടുത്ത ദിവസം വളരെയധികം ദേഷ്യത്തോടും വിഷമത്തോടുമാണ് ക്രിസ്റ്റി കോളേജിലേക്ക് വരുന്നത്. ഒരു മൈൻഡുമില്ലാതെ ജാക്ക് നിൽക്കുന്നു. ക്ലാസ് റൂമിൽ ജാക്ക് ക്രിസ്റ്റിയെ സംശയങ്ങളിലൂടെ ആക്രമിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം
പ്രായവ്യത്യാസങ്ങൾ മറന്ന് അവർ ഒന്നുചേരുന്നു. ശുഭം. കൺസ്യൂമിംഗ് പാഷൻ 2008. 3 കഥകളുള്ള ഒരു മൂവിയാണിത്. ഇതിലെ ഒരു കഥയാണ് ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്തിരിക്കുന്നത്. ഈ മൂവി മുഴുവനായി കാണുന്നതിന് താഴെ കാണുന്ന ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യൂ. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.